നമുക്ക് ഇന്നൊരു CC പ്ലാന്റ് റിപ്പോർട്ട് ചെയ്താലോ? നടുന്ന ചെടി ഏതായാലും നമ്മുടെ പോട്ടിലെ ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണേ. ചോര കണ്ടതുകൊണ്ട് ശുഭമാണ്. ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഈ ഒരു പോട്ടിൽ നിൽക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ഇളപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇത് തുറന്നു നോക്കിയപ്പോൾ ഇതുപോലെ റൈസോംസ് ഒക്കെ ആയിട്ട് ഒത്തിരി ഉണ്ട്. കണ്ടപ്പോൾ തന്നെ എനിക്ക് തുള്ളിച്ചാടാനായിട്ട് തോന്നിയത്. കാരണം ഈ ഒരു ഒറ്റ പോട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ 5 പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനുള്ള CC പ്ലാന്റ് ആട്ടോ എനിക്ക് കിട്ടിയത്. അതെന്തായാലും എനിക്കൊരു ലക്കായിരുന്നു. അതും നല്ല വലിയ റൈസോംസ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നീർവാഴ്ചയുള്ളൊരു പോട്ടിംഗ് മിക്സ് ആട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. കൂടുതലും ഇതിനകത്തൊരു 70% കൊക്കോപീറ്റ് തന്നെയാണ് ഉള്ളത്. CC പ്ലാന്റിന്റെ വേര് നല്ല രീതിയിൽ ചെടിച്ചട്ടിയിലേക്ക് വളർന്നിറങ്ങും കേട്ടോ. അതുകൊണ്ട് തന്നെ നീർവാഴ്ചയുള്ളതും വായുസഞ്ചാരം കിട്ടുന്നതായിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അതാ എൻ്റെ 5 ചെടിച്ചട്ടി ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇലച്ചെടികളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ.